ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമുക്ക് ഇന്ന് ഫിനാൻഷ്യൽ മാർക്കറ്റ്സിലെ ഒരു പുതിയ ടോപ്പിക്കിലേക്ക് പോവാം. ഡീമെറ്റീരിയലൈസേഷൻ ആൻഡ് ഡെപ്പോസിറ്ററി സർവീസസ്. I hope all of you might be knowing about dematerialization or demat accounts. What is dematerialization? Dematerialization is the process of converting a physical share certificate into digital or electronic form. Nowadays, there is no issue of physical share certificates. Instead, companies issue certificates, share certificates in electronic form. If we want to purchase shares of any company, the first thing we have to we should own is a demat account. Demat is a short form of dematerialization. We should open a demat account with an institution called depository participant. See, we should open a demat account with a depository participant. Depository participant is an institution which facilitates purchase and sale of shares in electronic form. A depository participant അടുത്ത് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ആരംഭിക്കുക എന്നതാണ് ഒരു ഷെയർ ട്രാൻസാക്ഷൻ നടത്തുന്നതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്. Because companies do not provide physical transactions in shares. They do not issue physical share certificates. Instead, they issue certificates in demat form. Or dematerialization is a process of converting physical share certificates into digital or electronic form. Earlier, the share certificates which were issued earlier prior to the introduction of dematerialization were converted to demat shares, and nowadays there's only digital certificates. പണ്ട് ഈ ഡീമെറ്റീരിയലൈസേഷൻ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അത് ഡിമാറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു കേസിലും ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റ്സ് ഇല്ല, പകരം ഡിജിറ്റൽ ഫോമിലുള്ള സർട്ടിഫിക്കറ്റ്സേ ഉള്ളൂ. So dematerialization requires an investor to open an account with a depository participant. Depository participant ആരാണ്? Depository participant എന്ന് പറയുന്നത് ഒരു ഇന്റർമീഡിയറി ആണ്. ഡെപ്പോസിറ്ററിയും ഇൻവെസ്റ്ററും ഇടയിലുള്ള ഒരു ഇന്റർമീഡിയറി. തൽക്കാലം നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് കാണാം. തൽക്കാലം ഇത്രയും മനസ്സിലാക്കാം. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പേറ്റ് is an institution which facilitates transactions, digital transactions in shares. ഷെയറുകൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ അത് ഇലക്ട്രോണിക് ഫോമിലാക്കുന്നതിന് നമ്മളെ പാർട്ടിസിപ്പന്റ്. അപ്പൊ ഡീമെറ്റീരിയലൈസേഷൻ ചെയ്യുന്നതിന്, ഷെയർസ് ഡിജിറ്റൽ ഫോമിൽ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതിന് ആദ്യം നമുക്ക് വേണ്ടത് ഒരു അക്കൗണ്ട് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് അടുത്ത് ആരംഭിക്കണം. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്ക്സ്, സ്റ്റോക്ക് ബ്രോക്കേഴ്സ് എക്സെട്ര കൻ ആക്ട് ആസ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്. ഇപ്പൊ ബാങ്കുകൾക്കോ മറ്റ് ബാങ്കേതര ധനകാര്യ സ്ഥാപനങ്ങൾക്കോ പിന്നെ ജിയോജിത്തോ അല്ലെങ്കിൽ ഷെയർ ഖാനോ ഹെഡ്ജ് ഇക്വിറ്റീസ് പോലുള്ള സ്റ്റോക്ക് ബ്രോക്കേഴ്സിനൊക്കെ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് ആയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. A depository participant acts as custodian of the electronic accounts of the clients and takes care of the trading and settlement thereof. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻവെസ്റ്റേഴ്സിന്റെ ഷെയർ സർട്ടിഫിക്കറ്റ്സ് സൂക്ഷിക്കുന്ന ഒരു കസ്റ്റോഡിയൻ ആയിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ്. They hold our securities in electronic form. നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന്റെ സെക്യൂരിറ്റി ഡിജിറ്റൽ രൂപത്തിൽ സൂക്ഷിക്കുന്ന സ്ഥാപനങ്ങളാണ്. എന്നിട്ട് അവര് ആണ് നമ്മളെ ട്രേഡിങ്ങിനും സെറ്റിൽമെന്റിനും ഒക്കെ സഹായിക്കുന്നത്. ബിക്കോസ് ദേ ഹോൾഡ് അവർ സെക്യൂരിറ്റീസ് ഇൻ ഇലക്ട്രോണിക് ഫോം. In this system, an account is opened in a computerized electronic form. Securities are received and delivered from this account through computerized electronic form. അപ്പോൾ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റിന്റെ അടുത്ത് നമ്മൾ ആരംഭിച്ച ഒരു ഇലക്ട്രോണിക് അക്കൗണ്ട്, ഒരു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ട്, ഒരു ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയാം. അതിലാണ് നമ്മുടെ ഷെയർ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഡിജിറ്റലായിട്ട് സൂക്ഷിക്കുക. അതിൽ നിന്നാണ് നമുക്ക് ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്താൻ സാധിക്കുക. ആരാണ് ഡെപ്പോസിറ്ററി, ആരാണ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ്? ഡീമെറ്റീരിയലൈസേഷനിൽ പ്രവർത്തിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് ഇവ രണ്ടും, ഡെപ്പോസിറ്ററിയും depository participant. Depository is an organization like a bank where the securities of a shareholder are held in the electronic form at the request of the shareholder through the medium of depository participant. വായിച്ചാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇത്രയേ ഉള്ളൂ. ഡെപ്പോസിറ്ററി എന്ന് പറഞ്ഞൊരു ലാർജ് സ്കെയിൽ ഓർഗനൈസേഷൻ which is completely responsible for holding securities of investors, all the investors in electronic form. ഒരു RBI എന്ന രീതിയിൽ ചിന്തിക്കാവുന്ന ഒരു സ്ഥാപനമാണ് ഡെപ്പോസിറ്ററി. ഡെപ്പോസിറ്ററി ഒരു വലിയ സ്ഥാപനമാണ്. ഇന്ത്യയിൽ രണ്ട് ഡെപ്പോസിറ്ററീസ് ആണുള്ളത്. നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ്
ആൻഡ് സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡ് NSDL എന്നും CDSL എന്നും പറഞ്ഞ് കേന്ദ്ര ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള രണ്ട് വലിയ ഡെപ്പോസിറ്ററി സ്ഥാപനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. രണ്ടെണ്ണേ ഉള്ളൂ. അപ്പൊ അവരെ അല്ലെങ്കിൽ ഈ സ്ഥാപനങ്ങൾ ഒരു RBI എന്ന രീതിയിൽ കാണാം. Because they are responsible for holding all the securities of all the investors across the world in digital or electronic form. കമ്പനികളിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ എല്ലാ ഷെയർസും സെക്യൂരിറ്റീസും അത് ഡിജിറ്റൽ ഫോമിൽ സൂക്ഷിക്കുന്ന വലിയ സ്ഥാപനങ്ങളാണ് ഡെപ്പോസിറ്ററി. ആൻഡ് ഓർഡിനറി ഇൻവെസ്റ്റേഴ്സ് ഡു നോട്ട് ഹാവ് എനി ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ഡെപ്പോസിറ്ററി. സാധാരണക്കാരെന്നല്ല, ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിനൊന്നും ഡെപ്പോസിറ്ററീസുമായിട്ട് നേരിട്ട് കോണ്ടാക്ട് ഇല്ല. ദേ ഹാവ് എ ലിങ്ക് വിത്ത് ഡെപ്പോസിറ്ററി ത്രൂ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ്. ഡെപ്പോസിറ്ററി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ എൻറ്റിറ്റി, ഇറ്റ്സ് എൻ ഓർഗനൈസേഷൻ വിച്ച് ഹോൾഡ് സെക്യൂരിറ്റീസ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇൻ ഇലക്ട്രോണിക് ഫോം അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് ദ ഇൻവെസ്റ്റേഴ്സ്. വലിയ ഏറ്റവും അപ്പെക്സിലുള്ള ഒരു സ്ഥാപനമാണ് ഡെപ്പോസിറ്ററി. അവരുമായിട്ട് ഇൻവെസ്റ്റേഴ്സ് നേരിട്ട് കോണ്ടാക്ട് ഇല്ല. അവരുമായിട്ട് കോണ്ടാക്ട് ഉള്ളത് ത്രൂ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് ആണ്. അപ്പൊ ആരാണ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ്? An investor cannot directly open a demat account with a depository. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇൻവെസ്റ്റർക്ക് ഒരു ഡെപ്പോസിറ്ററിയിൽ NSDL ആയിക്കോട്ടെ CDSL ആയിക്കോട്ടെ അവിടെ നേരിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ആരംഭിക്കാൻ സാധിക്കില്ല. ഹി ഹാസ് ടു ഓപ്പൺ ഹിസ് അക്കൗണ്ട് ത്രൂ എ DP ഓൺലി. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് വഴി മാത്രമേ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റൂ. The depository participant in turn opens the account with the depository. എന്നിട്ട് ഈ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റിനാണ് ഡെപ്പോസിറ്ററിയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുക. ഞാൻ RBIയുടെ കേസ് പറഞ്ഞില്ലേ, RBIക്ക് നേരിട്ട് കസ്റ്റമേഴ്സുമായിട്ട് ഇടപാടൊന്നുമില്ല. നമ്മൾ ഇടപാട് നടത്തുന്നത് സാധാരണ ബാങ്കിൽ, SBI, കാനറ ബാങ്ക് അല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക് തുടങ്ങിയ ബാങ്കുകളുമായിട്ടാണ് നമ്മൾ ഇടപാട് നടത്തുക. ബട്ട് ദോസ് ബാങ്ക്സ് വിൽ ഹാവ് എ കോൺടാക്ട് വിത്ത് RBI. അവർക്ക് RBIയിൽ അക്കൗണ്ട് ഉണ്ടാവും. എന്ന് പറഞ്ഞതുപോലെ ഡെപ്പോസിറ്ററി ആയിട്ട് ഇൻവെസ്റ്റേഴ്സിന് കോൺടാക്ട് ഇല്ല. ഇൻവെസ്റ്റേഴ്സ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റിലാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് ഇൻ ടേൺ ഓപ്പൺസ് an account with depository. Thus, a DP is the representative of the investor in the depository system, providing the link between the company and the investor through depository. Depository participant maintains the securities account balances and intimate them the status of their holding from time to time. Just like a customer maintains a bank account, we can maintain a demat account. ഇപ്പൊ നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ആരംഭിച്ചാൽ അതിൽ നമ്മുടെ പണമൊക്കെ എവിടെയാ? പണമൊക്കെ എപ്പോഴും ഫിസിക്കലി ബാങ്ക് സൂക്ഷിച്ചുകൊണ്ടിരിക്കുക അല്ല, ഒരു ബുക്ക് എൻട്രി ആണ് അല്ലേ? നമ്മൾ ബാങ്കിൽ ഒരു 50,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. ബാങ്ക് വിൽ ക്രെഡിറ്റ് അവർ അക്കൗണ്ട് വിത്ത് 50,000. വി ഹാവ് ടേക്കൺ ₹20,000 ഔട്ട് ഓഫ് ഇറ്റ്. ബാങ്ക് വിൽ ഡെബിറ്റ് ₹20,000 ഫ്രം ഇറ്റ്. ഇതാണ് ശരിക്കും ബാങ്കിൽ നടക്കുക. അല്ലാതെ പണം കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും നമ്മുടെ പേരിൽ ഒരു അറ ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു ലോക്കർ ഉണ്ടാക്കി അതിൽ നിക്ഷേപിക്കുന്നു, എന്നിട്ട് അതിൽ നിന്ന് എടുത്തു തരുന്നു. മീൻസ് 50,000 ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പേരിലുള്ള ഒരു ബോക്സിൽ 50,000 വെച്ചു, എന്നിട്ട് 20,000 എടുക്കുമ്പോൾ അതിൽ നിന്ന് 20,000 എടുത്ത് ബാക്കി 30,000 ഉണ്ട്. ഇങ്ങനെയല്ല ബാങ്കിൽ പ്രവർത്തിക്കുക. ബാങ്കിൽ എല്ലാം ബുക്ക് എൻട്രി ആണ്, എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, എല്ലാം ബുക്ക് എൻട്രി ആണ്. നമ്മുടെ അക്കൗണ്ട് ഇടുമ്പോൾ അത് ക്രെഡിറ്റ് ചെയ്തു, ഡെബിറ്റ് ചെയ്തു അല്ലെ? അങ്ങനെയാണ് ചെയ്യുക. ഇത് പറഞ്ഞതുപോലെയാണ് ഡിമാറ്റ് അക്കൗണ്ടും. നമ്മൾ ഷെയർ വാങ്ങുമ്പോൾ നമ്മുടെ അക്കൗണ്ട് ഡിമാറ്റ് അക്കൗണ്ട് will be credited with that much number of shares. When we sell our shares, transfer our shares, it will be debited with that much number of shares. അപ്പൊ എത്രയാണ് ബാലൻസ് ഒക്കെ കൃത്യമായിട്ട് നമ്മുടെ സ്റ്റാറ്റസ് ഒക്കെ DP നമ്മളെ അറിയിക്കും. ഇനി അഡ്വാൻറ്റേജ് ഓഫ് ഡീമറ്റീരിയലൈസേഷൻ. കമ്പനീസിന് എന്തൊക്കെയാണ് ഡിമാറ്റ് അക്കൗണ്ട്സ് കൊണ്ടുള്ള ഗുണം നോക്കാം. നോ നീഡ് ഓഫ് ഇഷ്യൂയിങ് ഷെയർ സർട്ടിഫിക്കറ്റ്സ്, ആവശ്യമില്ല. റെഡ്യൂസസ് ചാൻസസ് ഓഫ് ഫ്രോഡ്. ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റ്സ് ഇല്ല, പകരം ഒരു സെൻട്രൽ സിസ്റ്റത്തിലൂടെ ഡിജിറ്റൽ ആയിട്ടാണ് ട്രാൻസാക്ഷൻസ് നടക്കുന്നതുകൊണ്ട് കള്ളത്തരം ചതിയൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. റെഡ്യൂസസ് ദ കോസ്റ്റ് ഓഫ് ഹാൻഡ്ലിംഗ്. ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റ്സ് ഇല്ല, അത് പോസ്റ്റിൽ അയക്കേണ്ട ആവശ്യമില്ല, അതിന് സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ചെലവൊക്കെ കുറവാണ്. Provides better facilities to communicate with each and every member of the company. So, ഇലക്ട്രോണിക് ട്രാൻസ്ഫർ ആയതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ട്രാൻസാക്ഷൻ, ഞാൻ പറഞ്ഞില്ലേ, ബാലൻസ് സ്റ്റേറ്റ്മെന്റോ എൻക്വയറി ഒക്കെ വളരെ എളുപ്പത്തിൽ നടത്താൻ സാധിക്കും. Then ഇൻവെസ്റ്റേഴ്സിനുള്ള അഡ്വാൻറ്റേജ്. പ്രൊവൈഡ്സ് ഈസ് ആൻഡ് കൺവീനിയൻസ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റ്സ് കിട്ടാനുള്ള ബുദ്ധിമുട്ടോ ഡിലേ ഒന്നുമില്ല, വളരെ എളുപ്പത്തിൽ ട്രാൻസാക്ഷൻസ് നടത്താം. പ്രൊവൈഡ്സ് ലിക്വിഡിറ്റി ഇൻ ദ മാറ്റർ ഓഫ് സെറ്റിൽമെന്റ് ട്രാൻസാക്ഷൻസ്. ഇലക്ട്രോണിക് ആയതുകൊണ്ട് വളരെ സ്പീഡിൽ റിയൽ ടൈം ആയിട്ട് ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യുകയും പണം വാങ്ങുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ലിക്വിഡ് ആണ് കുറച്ചും കൂടി. എലിമിനേറ്റ്സ് ബാഡ് ഡെലിവറീസ്. റോങ് ആയിട്ടുള്ള അഡ്രസ്സിലേക്ക് ഷെയർ സർട്ടിഫിക്കറ്റ്സ് പോകുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും ഷെയർ സർട്ടിഫിക്കറ്റ്സ് മോഷ്ടിക്കുന്നതോ
ഡ്യൂട്ടീസ് ഒക്കെ ഒഴിവാക്കാം. റെഡ്യൂസസ് ട്രേഡിംഗ് കോസ്റ്റ്, സ്റ്റാമ്പ് ഡ്യൂട്ടി ഇല്ലാത്തത് കൊണ്ട് തന്നെ ട്രേഡിംഗ് കോസ്റ്റ് കുറവാണ്. പ്രൊവൈഡ്സ് പേപ്പർലെസ് ട്രേഡിംഗ് ആൻഡ് enables to handle and transfer securities from anywhere and at any time. ഏത് സമയത്തും എവിടെ ഇരുന്ന് വേണമെങ്കിലും ട്രാൻസാക്ഷൻസ് നടത്താം. Because all transactions are happening electronically. എവിടെ ഇരുന്നും ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കും. Advantages to government: helps in quick settlement of transactions and also avoids unnecessary frauds. നമുക്ക് എന്തൊക്കെയാണ് പ്രോസസ് ഓഫ് ഡിമെറ്റീരിയലൈസേഷൻ എന്ന് നോക്കാം. Dematerialization. Dematerialization involves the following steps. The investor, നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്, the investor has to open an account with a depository participant of his choice by filling a account opening form and signing a participant client agreement. അപ്പോൾ ഒരു ഇൻവെസ്റ്റർക്ക് ഡീമെറ്റീരിയലൈസേഷൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ഇപ്പോൾ നിലവിൽ ഷെയർ ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ എന്ത് ചെയ്യണം? He has to open an account, demat account with ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ ഓഫ് ഹിസ് ചോയ്സ്. അയാൾ ഇഷ്ടമുള്ള ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റെ അടുത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഒരു പാർട്ടിസിപ്പന്റ് ക്ലയന്റ് എഗ്രിമെന്റ് സൈൻ ചെയ്യണം. ദ ഇൻവെസ്റ്റർ വിൽ ബി ദെൻ ഗിവൺ എ യുണീക് ക്ലയന്റ് ഐ ഡി നമ്പർ. ദിസ് നമ്പർ മസ്റ്റ് ബി കോഡഡ് ഇൻ ഓൾ കറസ്പോണ്ടൻസസ് വിത്ത് ഡി പി. അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു യുണീക് ഐഡന്റിഫിക്കേഷൻ നമ്പർ തരും. പിന്നീട് ഡി പി ആയിട്ടുള്ള എല്ലാ കറസ്പോണ്ടൻസിലും ഈ നമ്പർ നമ്മൾ കോട്ട് ചെയ്യണം. Investor will have to fill up and submit a dematerialization request form provided by the DP and surrender the physical shares to be dematted to the DP. ഇതിപ്പോൾ ആവശ്യമില്ല. നേരത്തെ ഈ ഞാൻ പറഞ്ഞല്ലോ ഡീമെറ്റീരിയലൈസേഷൻ വരുന്നതിന് മുമ്പ് ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത്തരം ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റ്സ് ആരുടെയെങ്കിലും കൈവശം ഉണ്ടെങ്കിൽ അത് ഡിമാറ്റ് ആക്കാൻ വേണ്ടി, അത് ഇലക്ട്രോണിക് ആക്കാൻ വേണ്ടി ഇൻവെസ്റ്റർ ഹാസ് ടു ഫിൽ ആൻഡ് സബ്മിറ്റ് എ dematerialization request form and he has to surrender the physical share certificates. On receiving the physical shares and DRF, dematerialization request form, DP will issue an acknowledgement and will send an electronic request to the company or the agents of the company through the depository for confirmation of DMAT. അപ്പോൾ നമ്മുടെ കയ്യിൽ ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടായിരുന്നു, അത് ഡിമാറ്റ് ആയി മാറ്റണം. അതിനുവേണ്ടി നമ്മൾ ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റ്സ് ഡി പിക്ക് സറണ്ടർ ചെയ്തു, കൂടാതെ സബ്മിറ്റ് ചെയ്തു. അത് കിട്ടിക്കഴിയുമ്പോൾ ഡി പി എന്ത് ചെയ്യും? നമുക്കൊരു അക്നോളജ്മെന്റ്, ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അക്നോളജ്മെന്റ് തരും. എന്നിട്ട് ഈ ഷെയർ സർട്ടിഫിക്കറ്റ്സ് ഏത് കമ്പനിയുടെയാണോ കമ്പനിക്കോ അല്ലെങ്കിൽ കമ്പനിയുടെ ഏജൻസിനോ ഇത് അയച്ചു കൊടുക്കും ഡിമാറ്റ് ആയി മാറ്റാൻ വേണ്ടിയിട്ട്. The DP will simultaneously surrender the DRF and the shares to the company with covering letter requesting the company to confirm DMAT ആക്കി മാറ്റാൻ വേണ്ടി ആവശ്യപ്പെടും. After necessary verification of the documents received from the DP, the registrar and transfer agents of the company will cancel the physical shares and confirm DMAT in the depository. എന്നിട്ട് ഇത് വെരിഫൈ ചെയ്തതിനു ശേഷം കമ്പനി അല്ലെങ്കിൽ കമ്പനിയുടെ ഏജന്റ് എന്ത് ചെയ്യുന്നു? ഈ ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റ്സ് ക്യാൻസൽ ചെയ്തിട്ട് ഡിമാറ്റ് ഫോമിലേക്ക് അവ മാറ്റുന്നു. This confirmation will be passed on by the depository to the depository participant which holds the account of the investor. ഈ വിവരം ഡെപ്പോസിറ്ററി, സെൻട്രൽ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റിനെ അറിയിക്കുന്നു. ഡി പി ഇപ്പം ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് എന്ത് ചെയ്യുന്നു? വിൽ ക്രെഡിറ്റ് ദ ഇൻവെസ്റ്റേഴ്സ് അക്കൗണ്ട് വിത്ത് ദ നമ്പർ ഓഫ് ഷെയർസ്. അപ്പോൾ നമ്മുടെ ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റ്സ് എന്തായി മാറി? ഡിജിറ്റൽ ഷെയർ സർട്ടിഫിക്കറ്റ്സ് ആയി മാറി. അപ്പോൾ ആ ഇൻഫർമേഷൻ വരുന്നതോടുകൂടി ഡി പി ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് അത്രയും നമ്പർ ഓഫ് ഷെയർസ് ക്രെഡിറ്റ് ചെയ്യുന്നു. When the investor submits the shares for dematerialization, his DP will deface the share certificates with the stamp surrendered for dematerialization. Physical share certificates ഡിമാറ്റ് ആയി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുമ്പോൾ അത് ക്യാൻസൽ ചെയ്യുന്നതിന് ഭാഗമായിട്ട് അതിന്റെ മുകളിൽ ഒരു സ്റ്റാമ്പ് അടിക്കും, സറണ്ടേർഡ് ഫോർ ഡിമെറ്റീരിയലൈസേഷൻ എന്ന രീതിയിൽ. ഇത്രയാണ് ഡിമെറ്റീരിയലൈസേഷൻ വേണ്ടി നിലവിലുള്ള ഷെയർ സർട്ടിഫിക്കറ്റ്സ് ഡിമാറ്റ് ഫോമിലേക്ക് ആക്കാൻ വേണ്ടിയുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഫോളോയിങ് ഡോക്യുമെന്റ്സ് അത് നമുക്ക് ആവശ്യമില്ല. എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അതിന്റെ കൂടെ കൊടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ദെൻ റീമെറ്റീരിയലൈസേഷൻ എന്താണ്? അറ്റ് ദ ഇൻവെസ്റ്റേഴ്സ് ചോയ്സ്, ഇഫ് an investor is very particular about holding physical share certificates, ചിലപ്പോൾ അങ്ങനെ ഒരു വിശ്വാസക്കുറവിന്റെ പേരിലോ അല്ലെങ്കിൽ ഒരു വൈകാരിക, ഒരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഒരു ഇമോഷൻസിന്റെ പേരിലോ ഒക്കെ ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റ്സ് തന്നെ കൈവശം വെക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ആവാം. അതിന് പറയുന്ന പേര് റീമെറ്റീരിയലൈസേഷൻ എന്നാണ്. This is the opposite of dematerialization. Thus, rematerialization is a process of converting dematted shares back into physical shares. ഒരിക്കൽ ഡിജിറ്റലായി അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഫോമിലേക്ക് മാറ്റിയ ഷെയർ സർട്ടിഫിക്കറ്റ്സ് വീണ്ടും ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനാണ് റീമെറ്റീരിയലൈസേഷൻ എന്ന് പറയാം. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് ഇലക്ട്രോണിക് ഹോൾഡിംഗ്സ് ഓഫ് സെക്യൂരിറ്റീസ് ഇൻ ടു ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് ഫോം. ഇനി ഡെപ്പോസിറ്ററി സർവീസസ്.
ഡെപ്പോസിറ്ററി സർവീസസ് ആണ് നമ്മളിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റിനെ കുറിച്ചും ഡീമെറ്റീരിയലൈസേഷൻ ആണ് കൂടുതൽ കേട്ടത്. ഇനി ഡെപ്പോസിറ്ററി സർവീസസ് എന്താണ്? ഇത് നമ്മൾ കണ്ട കാര്യങ്ങൾ തന്നെയാണ്. Technology has changed the face of Indian stock markets in the post-liberalization era. Today, the volume of securities and the size of business handled have increased a lot. പണ്ടത്തേതുപോലെയല്ല. ഇപ്പോൾ large number of companies are there, are approaching capital market for issuing share capital. Large number of companies have listed their share securities in the stock exchanges. The volume of transactions have increased. The value amount of transactions have increased. Hence, the traditional paper-based settlement of securities have been replaced. അതുകൊണ്ട് തന്നെ ഇത്രയും അധികം നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് കൂടി, എമൗണ്ട് ഓഫ് ട്രാൻസാക്ഷൻസ് കൂടി, അതുകൊണ്ട് തന്നെ പേപ്പർ ബേസ്ഡ് വളരെ പിന്നെ ബുദ്ധിമുട്ടുള്ള ട്രബിൾസം ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയായി മാറി. ഇൻ ഇറ്റ്സ് പ്ലേസ് ഡെപ്പോസിറ്ററി സിസ്റ്റം ഹാസ് കം ഇൻ ടു എക്സിസ്റ്റൻസ്. അതുകൊണ്ട് പേപ്പർ സിസ്റ്റം കംപ്ലീറ്റ്ലി മാറിയതിന് പകരം ഡെപ്പോസിറ്ററി സിസ്റ്റം ആണ് നിലവിൽ വർക്ക് ചെയ്യുന്നത്. എന്താണ് ഡെപ്പോസിറ്ററി? Depository ഇത്രയേ ഉള്ളൂ. In depository system, the transfer of ownership of securities is effected through book entry on the ledgers of the depository without the physical movement of the scripts. ഇപ്പൊ ഞാനൊരു ഷെയർ വാങ്ങുകയാണെങ്കിൽ ഞാൻ ആരിൽ നിന്നാണോ വാങ്ങിയത് അയാൾ എനിക്ക് സർട്ടിഫിക്കറ്റ്സ് തരണ്ട. ഞാനൊരു ഷെയർ വിൽക്കുകയാണെങ്കിൽ ഞാൻ ആർക്കാണോ ഷെയർ കൊടുത്തത് അയാൾക്ക് ഞാൻ സർട്ടിഫിക്കറ്റ്സ് കൊടുക്കണ്ട. പകരം ഒരു ബാങ്കിൽ എങ്ങനെയാണോ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുകയും വിഡ്രോ ചെയ്യുമ്പോൾ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുകയും ചെയ്യുന്നത് സെയിം പ്രോസസ്സിലാണ് ബുക്ക് എൻട്രി ഓൺ ദി ലെഡ്ജേഴ്സ് മാത്രമേ വരുത്തുന്നുള്ളൂ. Depository is an institution which transfers the ownership of securities in electronic mode on behalf of its investors. Depository ഞാൻ പറഞ്ഞു സെൻട്രൽ ഓർഗനൈസേഷൻസ് ആണ്. പക്ഷെ അവരാണ് കസ്റ്റോഡിയൻ, എല്ലാ ഇൻവെസ്റ്റേഴ്സിന്റെയും ഷെയർസിന്റെയും സെക്യൂരിറ്റീസിന്റെയും കസ്റ്റോഡിയനായിട്ട് പ്രവർത്തിക്കുക. അപ്പൊ നമ്മൾ ഷെയർ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ ആ ഷെയറിന്റെ ഉടമസ്ഥത, ഓണർഷിപ്പ് യഥാർത്ഥ ഉടമസ്ഥന്റെ, പുതിയ ഉടമസ്ഥന്റെ പേരിൽ മാറ്റുന്ന പണി ചെയ്യുന്നത് ഡെപ്പോസിറ്ററിയാണ്. It's a place where securities are stored and recorded in the books on behalf of the investors. Thus, the depository system would eliminate paperwork. It facilitates electronic book entry of the transfer of securities. അപ്പോൾ ഇതിനെ സ്ക്രിപ്റ്റ്ലെസ് ട്രേഡിംഗ് സിസ്റ്റം എന്ന് കൂടി പറയും. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ പേപ്പർലെസ് ട്രേഡിംഗ് സിസ്റ്റം എന്ന് കൂടി ഡെപ്പോസിറ്ററി സർവീസസിനെ പറയുന്നു. A depository is comparable to a bank. It keeps the securities accounts of the investors in electronic form in as much as the banks keep the money accounts of the customer. ബാങ്ക് എങ്ങനെയാണോ അക്കൗണ്ട് സൂക്ഷിക്കുക അതേ രീതിയിൽ തന്നെയാണ് ഡിമാറ്റ് അക്കൗണ്ട് ഡെപ്പോസിറ്ററി ഉപയോഗിക്കുന്നത്. The bank may debit or credit the accounts of the customer as per transactions. In the same way, a depository will debit or credit the accounts of the investor as per the sell or buy transactions. നേരത്തെ പറഞ്ഞ പോലെ ബാങ്കിലെ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുന്നു, വിഡ്രോ ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുന്നു. എന്ന് പറഞ്ഞ പോലെ ഡിമാറ്റ് അക്കൗണ്ടിൽ നമ്മുടെ സെക്യൂരിറ്റി വാങ്ങുമ്പോൾ നമ്മുടെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു, വിൽക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. പക്ഷെ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക, ഈ ഡെപ്പോസിറ്ററിയുമായിട്ട് കസ്റ്റമർക്ക് നേരിട്ട് ബന്ധമില്ല. അവര് സെൻട്രൽ ഡെപ്പോസിറ്ററി ആണ്. ത്രൂ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് ആണ് നമുക്ക് ഡെപ്പോസിറ്ററി ആയിട്ട് ബന്ധമുള്ളത്. An investor who utilizes the services of a depository has to open an account with the depository through a depository participant. കണ്ടോ, ഒരു ഇൻവെസ്റ്റർക്ക് ഡെപ്പോസിറ്ററി സർവീസസ് ഉപയോഗിക്കാൻ താല്പര്യമുള്ള, ഡിമാറ്റ് അക്കൗണ്ട് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്താൻ താല്പര്യമുള്ള ആള് ഡെപ്പോസിറ്ററിയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം ത്രൂ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് ഇൻ ദ സെയിം മാനർ ആസ് എ കസ്റ്റമർ ഓപ്പൺസ് എൻ അക്കൗണ്ട് വിത്ത് ബാങ്ക് ഫോർ ബാങ്കിങ് ട്രാൻസാക്ഷൻസ്. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്? ഡെപ്പോസിറ്ററി സർവീസസിന്റെ മിനിമൈസ് പേപ്പർ വർക്ക് ഇൻവോൾവ് വിത്ത് ഓണർഷിപ്പ്, ട്രേഡിംഗ് ആൻഡ് ട്രാൻസ്ഫർ സെക്യൂരിറ്റീസ്, DPs ആയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുക ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ബാങ്ക്സിനും സ്റ്റോക്ക് ബ്രോക്കേഴ്സിനും ഒക്കെയാണ്. ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഒരു ഡിമാറ്റ് അക്കൗണ്ട് അവരിൽ ആരംഭിക്കും. ഇനി കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ഡെപ്പോസിറ്ററി സിസ്റ്റം ആണ്. ഡെപ്പോസിറ്ററി സിസ്റ്റത്തിൽ മൂന്ന് ആൾക്കാരാണ് പ്രധാനമായിട്ടുള്ളത്. മൂന്നല്ല, 4 പേര്. There are 4 participants in a depository system. Depository participant അതാരാണ്? Financial institutions which facilitate electronic transactions in securities. ഡിമാറ്റ് അക്കൗണ്ട് ആരംഭിക്കുന്ന അല്ല ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാൻ സാഹചര്യം കൊടുക്കുന്ന, അത് സൂക്ഷിക്കുന്ന ആൾക്കാരാണ് depository. Depository participant is an agent of the depository. If an investor wants to avail the services offered by the depository, he has to open an account with a DP. It functions as a bridge between depository and the owners. ഇപ്പോൾ സെൻട്രൽ ഡെപ്പോസിറ്ററി ആണ് യഥാർത്ഥ സെക്യൂരിറ്റീസിന്റെ കസ്റ്റോഡിയൻ. അവരുമായിട്ട് ഇൻവെസ്റ്റേഴ്സിന് നേരിട്ട് കോൺടാക്ട് ഇല്ലാത്തതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സും ഡെപ്പോസിറ്റും തമ്മിലുള്ള മധ്യവർത്തിയായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് DPs. അവരുടെ അടുത്താണ് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. ഇൻവെസ്റ്റർ ഓർ ബെനിഫിഷ്യൽ ഓണർ
ഷെയറിൽ അല്ലെങ്കിൽ സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളെ പറയുന്ന പേരാണ് ഇൻവെസ്റ്റർ. അവർക്കൊരു പേരോടെ BO അഥവാ ബെനിഫിഷ്യൽ ഓണർ എന്ന് കൂടി പറയുന്നു. ഈസ് ദ റിയൽ ഓണർ ഓഫ് ദ സെക്യൂരിറ്റീസ് ഹു ഹാസ് ലോഡ്ജ്ഡ് സെക്യൂരിറ്റീസ് ഇൻ ഡെപ്പോസിറ്ററി ഇൻ ദ ഫോം ഓഫ് എ ബുക്ക് എൻട്രി. ഡെപ്പോസിറ്ററി ആരുടെ പേരിലാണോ ഈ നിക്ഷേപം സ്വീകരിച്ചത്, ഡെപ്പോസിറ്റ് ഷെയർ നിക്ഷേപം സ്വീകരിച്ച അയാളെയാണ് ഇൻവെസ്റ്റർ അഥവാ ബെനിഫിഷ്യൽ ഓണർ എന്ന് പറയും. ദെൻ ഇഷ്യൂവർ. ഇഷ്യൂർ ആരാണ്? ഇറ്റ്സ് എ കമ്പനി വിച്ച് ഇഷ്യൂസ് ദ സെക്യൂരിറ്റി. കമ്പനീസ് ഷെയർ ഇഷ്യൂ ചെയ്താലല്ലേ ഈ ഡിമാറ്റിന്റെയും ഡെപ്പോസിറ്ററും ഒക്കെ ആവശ്യമുള്ളൂ. അപ്പോൾ മൂന്നാമത്തെ ആള് ഡെപ്പോസിറ്റ് സിസ്റ്റത്തിൽ ഇഷ്യൂർ ആണ്, ഇഷ്യൂയിങ് കമ്പനി. ദെൻ ഡെപ്പോസിറ്ററി. ഡെപ്പോസിറ്ററി സെൻട്രൽ ഡെപ്പോസിറ്ററി ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈസ് എ ഫോം വിച്ച് ഹോൾഡ്സ് സെക്യൂരിറ്റീസ് ഓഫ് ഇൻവെസ്റ്റർ ഇൻ ഇലക്ട്രോണിക് ഫോം ഇൻ ദ സെയിം വേ ബാങ്ക് ഹോൾഡ്സ് മണി. ഫങ്ഷൻസ് ഓഫ് ഡെപ്പോസിറ്റ് സിസ്റ്റം. എലിമിനേറ്റിംഗ് ഫ്രോഡ്സ് ആൻഡ് ബാഡ് ഡെലിവറീസ്. നേരത്തെ പറഞ്ഞ പേപ്പർ പേസ്റ്റ് സിസ്റ്റം ഒഴിവാക്കിയതോടുകൂടി തന്നെ ബാഡ് ഡെലിവറീസ്, തെറ്റായ ആളുകൾക്ക് അത് കൊടുക്കുന്നതോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നതോ ചതിയോ ഒക്കെ ഒഴിവാക്കാം. റെഡ്യൂസിങ് ബ്രോക്കറേജ് കോസ്റ്റ്. മൊത്തത്തിൽ ഇലക്ട്രോണിക് ഫോമിലായതുകൊണ്ട് തന്നെ ഇടനിലക്കാരൻ, സാധാരണ രീതിയിൽ മാനുവൽ ആയിട്ടുള്ള ബ്രോക്കേഴ്സ് ഒക്കെ ഒഴിവായതുകൊണ്ട് ബ്രോക്കറേജ് ചെലവുകൾ കുറയ്ക്കാൻ സാധിക്കുന്നു. Then reducing risk. Depository system minimizes all chance of theft and damages of share certificates. മോഷണം പോകുന്നതും അല്ലെങ്കിൽ മിസ്പ്ലേസ് ചെയ്യുന്ന ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ മിസ്പ്ലേസ് ചെയ്ത് കാണാതാവുന്നതൊക്കെ ഒഴിവാക്കാൻ സാധിക്കുന്നു. മെയിൻറ്റെയിനിങ് റെക്കോർഡ്സ്. ഡെപ്പോസിറ്ററി സിസ്റ്റം മെയിൻറ്റെയിൻസ് എ കംപ്ലീറ്റ് റെക്കോർഡ് ഓഫ് ഓണർഷിപ്പ് ആൻഡ് സെക്യൂരിറ്റീസ്. മുഴുവൻ ഓരോ ഷെയറും ട്രാൻസ്ഫർ ചെയ്യുന്നതിനൊക്കെ വിവരങ്ങൾ ഓൺലൈനായിട്ട് ഇലക്ട്രോണിക് ആയിട്ട് സൂക്ഷിക്കുന്നു. അതുകൊണ്ട് വളരെ കൃത്യമായ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അവോയ്ഡിങ് ബ്ലാങ്ക് ട്രാൻസ്ഫേഴ്സ് ആൻഡ് ബിനാമി ട്രാൻസാക്ഷൻസ്. Depositories verifies all documents and securities properly before dematerializing them. ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റ്സ് ഡീമാറ്റീരിയലൈസ് ചെയ്യുമ്പോഴും ഇപ്പോൾ നേരിട്ട് ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ കൃത്യമായ വെരിഫിക്കേഷൻ പ്രോസസ് നടക്കുന്നു. ജെന്യൂനിറ്റി മനസ്സിലാക്കിയിട്ട് മാത്രമേ ട്രാൻസാക്ഷൻസ് ഫൈനലൈസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ബ്ലാങ്ക് ട്രാൻസ്ഫേഴ്സ്, എമൗണ്ട് എഴുതാതെ അല്ലെങ്കിൽ വോളിയം എഴുതാതെയുള്ള ട്രാൻസ്ഫേഴ്സും അതുപോലെ ബിനാമി ട്രാൻസാക്ഷൻസ്, തെറ്റായ ആളുകളുടെ പേരിൽ, ഇല്ലാത്ത ആളുകളുടെ പേരിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ സാധിക്കും. ഡീമെറ്റീരിയലൈസേഷൻ എന്താണ്? കൺവേർഷൻ ഓഫ് ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റ്സ് ഇൻടു ഡിമാറ്റ് ഫോം. നിലവിൽ ഉണ്ടെങ്കിൽ ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ ഡിമാറ്റ് ആയി മാറ്റുന്ന സർവീസാണ് ഡീമെറ്റീരിയലൈസേഷൻ. റീമെറ്റീരിയലൈസേഷൻ ഞാൻ പറഞ്ഞു, ഓൾറെഡി ഡിമാറ്റ് ആക്കി മാറ്റിയ ഇലക്ട്രോണിക് ഫോമിലാക്കിയ ഷെയർ സർട്ടിഫിക്കറ്റ്സ് വീണ്ടും ഫിസിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാണ് റീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. പ്ലെഡ്ജ് ആൻഡ് ഹൈപ്പോത്തിക്കേഷൻ. ഇപ്പൊ നമ്മുടെ ഷെയർ സർട്ടിഫിക്കറ്റ്സ്, ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റ്സ് ബാങ്കിൽ ലോൺ എടുക്കുന്നതിന് ഈടായി വെക്കാം എന്ന് നമ്മൾ ബാങ്കിങ്ങിൽ പഠിച്ചായിരുന്നു. എന്താണ് ഷെയർ സർട്ടിഫിക്കറ്റ്സ് സെക്യൂരിറ്റി ആയിക്കോട്ടെ നമുക്ക് ലോൺ എടുക്കാൻ സാധിക്കും. അത് വെച്ച് ഇലക്ട്രോണിക് ഫോമിലാക്കിയത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഷെയർ സർട്ടിഫിക്കറ്റ്സ് സെക്യൂരിറ്റി ആയി വെക്കണമെങ്കിൽ അതിന് വേണ്ട സംവിധാനം ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് ചെയ്തു തരും. അവരൊരു സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂ ചെയ്യും. എത്ര ഷെയർ ഇന്നയാളുടെ പേരിൽ ഞങ്ങൾ കൈവശം വെച്ചിട്ടുണ്ട്, ഇലക്ട്രോണിക് ഫോമിൽ കൈവശം വെച്ചിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് തരും. അതിന്റെ ബലത്തിൽ നമുക്ക് ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുക്കാം. Transfer and registration. The primary function of a depository is to get the shares transferred in the name of the buyer or the holder. ഇപ്പോൾ ട്രാൻസ്ഫർ നടക്കുമ്പോൾ, വാങ്ങലോ വിൽക്കലോ നടക്കുമ്പോൾ ഇത് പുതിയ ഓണറിന്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യുക എന്നതാണ് ഡെപ്പോസിറ്ററിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. നേരത്തെ നമ്മൾ കണ്ടത് തന്നെയാണ് അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. ഇൻവെസ്റ്റേഴ്സിനുള്ളത് ക്വിക്ക് ട്രാൻസ്ഫർ സെറ്റിൽമെന്റ് നടക്കും. എലിമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ ലോസ് ദാറ്റ് മേ റൈസ് ഡ്യൂ ടു ലോസ് ഓഫ് ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെടുന്നതുകൊണ്ടുള്ള സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാം. ഇൻക്രീസ് ലിക്വിഡിറ്റി, എളുപ്പം ട്രാൻസാക്ഷൻ നടക്കുന്നത് കൊണ്ട്. റിഡക്ഷൻ ഇൻ ട്രാൻസാക്ഷൻ കോസ്റ്റ്, സ്റ്റാമ്പ് ഡ്യൂട്ടി ഒന്നും ഇല്ല. ഫാസ്റ്റർ ഡിസ്ബേഴ്സ്മെന്റ് ഓഫ് കോർപ്പറേറ്റ് ബെനിഫിറ്റ്സ് ലൈക്ക് റൈറ്റ് ഷെയർസ്, ബോണസ് ഷെയർസ് ഒക്കെ വളരെ എളുപ്പത്തിൽ കിട്ടാൻ സാധിക്കും. റിഡക്ഷൻ പേപ്പർ വർക്ക്, ഫാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ. ഈ കമ്പനീസ് ഇഷ്യൂ ചെയ്ത കമ്പനീസിനുള്ള മെച്ചം എന്താണ്? അപ് ടു ഡേറ്റ് നോളജ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് നെയിംസ് ആൻഡ് അഡ്രസ്സസ്. ഒരൊറ്റ ക്ലിക്കിൽ തന്നെ ഷെയർ ഹോൾഡേഴ്സിന്റെ പേരും വിവരങ്ങളൊക്കെ കിട്ടും. സേവിങ്സ് ഇൻ കോസ്റ്റ് ഓഫ് ന്യൂ ഇഷ്യൂസ്. പുതിയ ഇഷ്യൂ ആയി വരുമ്പോൾ ചെലവ് വളരെ കുറയും. ബെറ്റർ ഫെസിലിറ്റീസ് ഫോർ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഷെയർ ഹോൾഡേഴ്സ്. ഇപ്പോൾ നമുക്ക് ഇലക്ട്രോണിക് ആയിട്ട് വിവരം ട്രാൻസ്മിറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്, നമുക്കറിയാം. ഇൻക്രീസ്ഡ് എബിലിറ്റി ടു അട്രാക്ട് ഇന്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സ്. ഇപ്പൊ ഇത്രയും വളരെ സിസ്റ്റമാറ്റിക് ആയ ട്രാൻസാക്ഷൻ നടക്കുന്നു എന്ന ബോധ്യം വന്നാൽ വിദേശ നിക്ഷേപകർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. Then intermediaries benefits, less risky settlement, greater profit from increased trading. ട്രേഡിംഗ് വളരെ കൂടുന്നതുകൊണ്ട് തന്നെ ലാഭവും കൂടും. Improved cash flow, opportunity for the development of more sophisticated custodial services, protection of the shareholders' rights and reduced transaction costs. ഇത്രയാണ് ഡെപ്പോസിറ്ററി സർവീസസിനെ കുറിച്ച് പറയാനുള്ളത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.